കൂട്ടുകാരെ, എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിലൂടെ. PSC പരീക്ഷകൾക്കുള്ള ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കെങ്ങനെ വളരെ വേഗം കണ്ടെത്താം, ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ MG ശ്രീകുമാർ. ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ PSC പരീക്ഷയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ജെറണ്ട് എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പോൾ എന്താണ് ജെറണ്ട്? ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ എങ്ങനെ ഉത്തരത്തിലെത്താം, നമുക്കൊന്ന് നോക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ കുറേ വെർബുകളുടെ ING രൂപം എഴുതിയിരിക്കുന്ന കാണാം. സ്കൂൾ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചു വന്ന കാലഘട്ടങ്ങളിൽ വെർബുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. വെർബുകളുടെ ING രൂപങ്ങളെ പല സെൻറ്റൻസുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ചില ING രൂപത്തിലുള്ള വെർബുകളെ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നു. റീഡിങ്, റൈറ്റിംഗ്, പ്ലേയിങ്, സ്വിമ്മിങ്, ഗോയിങ്, ലുക്കിംഗ്, വർക്കിംഗ്. ഇതെല്ലാം നിങ്ങൾക്ക് കേട്ടും കണ്ടും പരിചയമുള്ള വെർബുകളാണ്. എന്താണ് ജെറണ്ട് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. നോക്കുക, വെർബിൻ്റെ ING രൂപത്തെ നമ്മൾ എപ്പോഴാണോ ഒരു സെൻറ്റൻസിൽ വെർബായിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ തൊട്ടു മുമ്പ് കുറേ വെർബുകളുടെ ING രൂപങ്ങളെ കണ്ടിരുന്നു. വെർബിൻ്റെ ING രൂപത്തെ നമ്മളൊരു സെൻറ്റൻസിൽ എപ്പോഴാണോ വെർബായിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇനി എവിടെയെങ്കിലും നിങ്ങൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് കേട്ടാൽ അതെന്താണെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. വെർബിൻ്റെ ING രൂപങ്ങളെ നമ്മൾ സെൻറ്റൻസിൽ വെർബായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ, ഒരു ING രൂപത്തെ നമ്മളൊരു സെൻറ്റൻസിൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കിയേ. അരുൺ ഈസ് സ്മോക്കിംഗ് എ സിഗരറ്റ്. ഇവിടെ സെൻറ്റൻസ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഒരു വെർബുണ്ട്. ആ വെർബ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. ഈ സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അരുണാണ്. അപ്പോൾ ഓർക്കുക, ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്മോക്കിങ്ങിനെയാണ്. എന്നാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ING രൂപത്തെ നമുക്കൊരു സെൻറ്റൻസിൽ നൗണായിട്ടും സബ്ജക്റ്റായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ ഒരു വെർബിൻ്റെ ING രൂപത്തെ നമ്മൾ എപ്പോഴാണോ നൗണായിട്ട് അഥവാ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, അത്തരം സന്ദർഭങ്ങളിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് അഥവാ വെർബൽ നൗൺ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വെർബിൻ്റെ ING രൂപത്തെ കിട്ടിയാൽ നമുക്ക് വെർബായിട്ടും ഉപയോഗിക്കാം, നൗണായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കും, ഫ്രൈ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇവിടെയും വെർബിൻ്റെ ING രൂപത്തെ കിട്ടിയാൽ നമുക്ക് വെർബായിട്ടും ഉപയോഗിക്കാം, നൗണായിട്ടും ഉപയോഗിക്കാം. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ജെറണ്ട് അഥവാ വെർബൽ നൗൺ. എക്സാമ്പിൾ ഒന്ന് നോക്കുക. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. എല്ലാവരും കേട്ട് പരിചയമുള്ള സെൻറ്റൻസ് ആയിരിക്കും സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളത്. ഈ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്മോക്കിംഗ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറഞ്ഞതുപോലെ ഒരു ING രൂപത്തെ എപ്പോഴാണോ നൗൺ അഥവാ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഈ ജെറണ്ടിനെ നമ്മൾ വെർബൽ നൗൺ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ വെർബിൻ്റെ ING രൂപത്തെ നമുക്ക് വെർബായിട്ടും ഉപയോഗിക്കാം, നമുക്ക് നൗണായിട്ടും ഉപയോഗിക്കാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ജെറണ്ട് എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കേരള PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഷീ അവോയ്ഡഡ് ഡാഷ് ബ്രാക്കറ്റിൽ ടെൽ എന്ന വെർബ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഹിം എബൌട്ട് ഹെർ പ്ലാൻസ്. കേരള PSCയുടെ ഒരു മുൻകാല ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എങ്ങനെ എത്തണം? ഇതിന് നമ്മളെ സഹായിക്കുന്ന ആളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, സാക്ഷാൽ MG ശ്രീകുമാർ. പലരും ചിന്തിക്കുന്നുണ്ടാവും MG ശ്രീകുമാറിനും ഈ ജെറണ്ടിനും തമ്മിൽ എന്താണ് ബന്ധം. നമുക്കൊന്ന് നോക്കാം.
ഇവിടെ MG ശ്രീകുമാർ എന്ന വ്യക്തി, ഈ വ്യക്തിയിലൂടെ കുറച്ച് വാക്കുകൾ, കുറച്ച് വെർബുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. നോക്കുക, ഒന്നാമത്തെ വെർബ് എന്ന് പറയുന്നത് മൈൻഡ് എന്നുള്ളതാണ്. മൈൻഡ് വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്കിത് പഠിച്ചു വയ്ക്കാൻ പറ്റും. MG ശ്രീകുമാറിലെ എം എന്ന അക്ഷരത്തിലൂടെ നമ്മൾ പഠിക്കുന്ന വെർബാണ് മൈൻഡ്. രണ്ടാമത് ഗിവ് അപ്പ്. കുട്ടിക്കാലം മുതൽ നിങ്ങൾ കേട്ട് പരിചയമുള്ള വെർബ് തന്നെയാണ് ഗിവ് അപ്പ് എന്നുള്ളത്. അപ്പോൾ രണ്ട് വാക്കുകളായി, ഒന്ന് മൈൻഡ്, രണ്ടാമത്തേത് ഗിവ് അപ്പ്. സംഭവം സെറ്റല്ലേ? അപ്പോൾ MG ശ്രീകുമാറിലെ MIGI. മൂന്നാമത്തെ വെർബ് ഒന്ന് ശ്രദ്ധിക്കുക, സജസ്റ്റ്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വെർബ് തന്നെയായിരിക്കും ഇതും. ഓക്കെ, അപ്പോൾ മൈൻഡായി, ഗിവപ്പായി, സജസ്റ്റായി. നാലാമത്തെ വെർബ് ഒന്ന് ഓർക്കുക, റിസ്ക്. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, മൈൻഡ്, ഗിവപ്പ്, സജസ്റ്റ്, റിസ്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, കേരള PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഇനി പറയാൻ പോകുന്നത്, എൻജോയ്. കേരള PSCയുടെ പരീക്ഷകൾ എഴുതി പരിചയമുള്ളവർക്ക് അറിയാമായിരിക്കും, ഈ മൈൻഡും കേരള PSC പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ചോദിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, കുഡ് യു മൈൻഡ് ഒക്കെയുള്ള ചോദ്യങ്ങൾ. ഇവയ്ക്കെല്ലാത്തിലും നമുക്ക് ഉത്തരം എഴുതാം. മൈൻഡ് എന്ന വെർബിനെ ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്ത ഈ നോക്കിക്കൊള്ളണം, എക്സ്ക്യൂസ്. അപ്പോൾ നമ്മളിങ്ങനെ MG ശ്രീകുമാർ ആരാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, മൈൻഡ്, രണ്ടാമത് ഗിവ് അപ്പ്, മൂന്നാമത് സജസ്റ്റ്, നാലാമത് റിസ്ക്, അഞ്ചാമത് എൻജോയ്, ആറാമത് എക്സ്ക്യൂസ്. അടുത്തതും PSC പരീക്ഷകളിൽ വളരെ പ്രധാനമാണ്, കെപ്റ്റ്. കീപ്പ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് കെപ്റ്റ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് കീപ്പ് എന്നും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല. സാധാരണ ഇത് ചോദിക്കുന്നത് കെപ്റ്റ് എന്നൊക്കെ വച്ചായിരിക്കും പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. അടുത്ത നോക്കുക, അണ്ടർസ്റ്റാൻഡ്. നല്ല കേട്ട് പരിചയമുള്ള വാക്കല്ലേ ഇത്, അണ്ടർസ്റ്റാൻഡ്. അടുത്ത വാക്കൊന്നുകൂടി ഓർത്ത് വച്ചേക്കുക, മിസ്. ഓക്കെ, അടുത്ത വാക്ക് അവോയ്ഡ്. ലാസ്റ്റ് വൺ റീകോൾ. ഇനി നോക്കിയേ, ഈ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും ആദ്യാക്ഷരം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും MG ശ്രീകുമാർ. ഓക്കെ, സെറ്റല്ലേടാ? നമ്മളിത് വീണ്ടും പറയും, പേടിക്കണ്ട. ഒന്നുകൂടി നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകളെല്ലാം പരിചിതമായി കാണും. നോക്കുക, ഒന്നാമത്തേത് മൈൻഡ്. PSC മത്സര പരീക്ഷകളിൽ മൈൻഡ് എന്ന വാക്ക് തന്നിട്ട് ഡാഷ് ഇട്ട് 4 വെർബുകൾ ഓപ്ഷനിൽ തന്നാൽ ധൈര്യമായിട്ട് എഴുതിക്കോളണം ജെറണ്ട് ഫോം. ജെറണ്ട് ഫോം എന്ന് വെച്ചാൽ ING രൂപമായിരിക്കും, അതവിടെ നൗണായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഗിവ് അപ്പ് എന്നൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു സെൻറ്റൻസിൽ തന്ന് ഡാഷ് ഇട്ട് തന്നാൽ കൂട്ടുകാരെ നിങ്ങൾ ഓർത്തു വച്ചോളണം, ഗിവ് അപ്പിന് ശേഷം വെർബിൻ്റെ ING രൂപം എടുത്തെഴുതണം. അതവിടെ നമ്മൾ നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞില്ല, സജസ്റ്റ് വന്നാലും, റിസ്ക് വന്നാലും, എൻജോയ് എന്ന് വന്നാലും, എക്സ്ക്യൂസ് എന്ന് വന്നാലും, കെപ്റ്റ് എന്നോ കീപ്പ് എന്നോ വന്നാലും, അണ്ടർസ്റ്റാൻഡ് എന്ന് വന്നാലും, മിസ് എന്ന് വന്നാലും, അവോയ്ഡ് എന്ന് വന്നാലും, റീകോൾ എന്ന് വന്നാലും കൂട്ടുകാരെ ഓർത്തോളണം, ഇവയ്ക്ക് ശേഷം ജെറണ്ട് ഫോം എഴുതണം. ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്ന ചോദ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും ഒന്ന് കൊണ്ടുപോകുന്നു. ഷീ അവോയ്ഡഡ്. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ, MG ശ്രീകുമാറിലെ കുമാർ എന്ന വാക്കിലെ A എന്ന അക്ഷരം റെപ്രസെൻ്റ് ചെയ്തത് ഈ അവോയ്ഡിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസിയിൽ നമുക്ക് മനസ്സിലാക്കാം, അവോയ്ഡിന് ശേഷം ജെറണ്ട് ഫോം വരണം. വെർബിൻ്റെ ING രൂപത്തെ നൗണായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഈ വെർബിൻ്റെ ING രൂപത്തെ നമ്മളിവിടെ നൗണായിട്ട് എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് ആൻസർ എഴുതാം, ടെല്ലിങ്. ഓക്കെ, PSC മത്സര പരീക്ഷകളിൽ ജെറണ്ട് എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്.
ഇതേപോലെ ഇനി പല പാട്ടുകാരിലൂടെയും നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പൂർത്തിയാക്കും, ജെറണ്ട് എന്ന ഭാഗം. അപ്പോൾ ഇനി നോക്കുക, വീണ്ടും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഐ വാണ്ട് ടു അവോയ്ഡ് ഡാഷ് ഹിം. വീണ്ടും നമ്മൾ കാണുന്നു ആരെ തന്നെയാണ്? അവോയ്ഡ് തന്നെയാണ്. ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ പേടിക്കണ്ട. അവോയ്ഡിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? വെർബിൻ്റെ ING രൂപത്തെ എടുത്ത് നൗണായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ ചോദ്യത്തിൽ നമുക്ക് ആൻസർ കിട്ടും മീറ്റിംഗ്. ഇതെല്ലാം കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. ദീപ എൻജോയ്സ് ഡാഷ് നോവൽസ് ഓഫ് ജെയിൻ ഓസ്റ്റിൻ. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ കൺമുന്നിൽ കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം? MG ശ്രീകുമാറിലെ ശ്രീ എന്ന വാക്കിലെ ഒരു ഇ എന്ന് പറയുന്നത് എൻജോയ് എന്ന വാക്കിന് വേണ്ടി നമ്മൾ പഠിച്ചതാണ്. എൻജോയ് വന്നാലും, എക്സ്ക്യൂസ് വന്നാലും, മൈൻഡ് വന്നാലും, ഗിവപ്പ് വന്നാലും, സജസ്റ്റ് വന്നാലും കൂട്ടുകാരെ നമ്മൾ എഴുതും ഇതിനെ തുടർന്ന് ING രൂപത്തെ നൗണാക്കി. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ ING രൂപത്തെ നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കും. ഇവിടെയും നമ്മൾ എഴുതും റീഡിങ്. കേരള PSCയുടെ മത്സര പരീക്ഷകളിൽ പ്രധാനമായിട്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ MG ശ്രീകുമാറിലൂടെ പഠിച്ചത്. നാളൊരു കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ ഒരു മാർക്ക് നഷ്ടപ്പെടരുത്. മായ കെപ്റ്റ് ഡാഷ് അബൌട്ട് ഹെർ കോളേജ് ഡേയ്സ്. കേരള PSCയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യം. ഈ ചോദ്യത്തിലും നമുക്കൊരു ആൻസർ കൊടുക്കണം. പഠിച്ചതാണ് MG ശ്രീകുമാറിലൂടെ. K എന്ന അക്ഷരം കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. കീപ്പെന്നോ കെപ്റ്റെന്നോ ചോദിക്കാം. ഇതിലേത് ചോദിച്ചാലും നമുക്കുത്തരമായി വേണ്ടത് ING രൂപമാണ്. ആ ING രൂപത്തെ നമ്മൾ തെരഞ്ഞുപിടിച്ച് ഈ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതവിടെ നൗണായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം ഇവിടെയും നമ്മൾ ആൻസർ എഴുതും നിഷ്പ്രയാസം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്നു. ലാസ്റ്റ് വൺ. കേരള PSC നിരവധി തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നാളൊരു കാലത്ത് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യ മോഡലാണ് വുഡ് യു മൈൻഡ്. പലതവണ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും. വുഡ് യു മൈൻഡ് എന്നോ, കുഡ് യു മൈൻഡ് എന്നോ, ഡു യു മൈൻഡ് എന്നോ എങ്ങനെ ചോദ്യം വന്നാലും ഇതിൻ്റെ ഉത്തരത്തിലെത്താൻ നമ്മൾ ആശ്രയിക്കുന്നത് ഈ മൈൻഡാണ്. പഠിച്ചതല്ലേ MG ശ്രീകുമാറിലെ M എന്ന അക്ഷരത്തിലൂടെ നമ്മൾ പഠിച്ചതാണ് മൈൻഡ്. അങ്ങനെയെങ്കിൽ മൈൻഡിന് ശേഷം ഒരു ഡാഷ് ഇട്ട് 4 വെർബ് തന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിൽ തന്നിരിക്കുന്ന ING രൂപത്തെ എടുത്ത് നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും ഓപ്പണിംഗ്. ഈ ഒരു പ്രഭാതത്തിൽ കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ജെറണ്ട് എന്ന ഭാഗത്തിലെ ഒരു കുഞ്ഞു പോർഷനാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.